കൊച്ചി അമ്പലമുകൾ BPCL ഭൂഗർഭ ഹൈടെൻഷൻ കേബിളിന് തീപിടിച്ചു. 5 BPCL ജീവനക്കാർക്ക് പരിക്കേറ്റു. മേഖലയിലാകെ പുക പടർന്നു. അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തി. ആ ബ്ലാസ്റ്റിന്റെ മിഷനാണ്. അതായത് ആൾക്കാർ ബോധരഹിതരായിട്ടുണ്ട്. നമ്മളിവിടെ ഒന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുവാണ്. നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. BPCL മുന്നിൽ പ്രതിഷേധവുമായി നാട്ടുകാരെത്തി. അപായ മുന്നറിയിപ്പ് നൽകിയില്ല എന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. കനത്ത പുകയിൽ പ്രദേശവാസികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. 2 വട്ടം പൊട്ടിത്തെറി കേട്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. 4:30 കഴിഞ്ഞപ്പോ ഒരു വലിയ നമ്മൾ ഗുണ്ട് പൊട്ടിക്കണ ഒരു സൗണ്ടാണ് കേട്ടത്. ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഇറങ്ങി. ഞങ്ങളെ പ്രദേശത്തുള്ളവരൊക്കെ ഇറങ്ങി നോക്കി. പെട്ടെന്ന് തീ വന്നു. ഭയങ്കര പുക. ഞങ്ങൾക്ക് കാണാൻ പാടാത്ത അവസ്ഥയിൽ ഞങ്ങളിത് ഇട്ട നൈറ്റിയോടുകൂടി ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. കയ്യിലൊന്നുമില്ല. ഞങ്ങളെ ഒരു സാധനം ഞങ്ങൾ എടുത്തുള്ള ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുക ചെയ്ത്. അവിടെ പുകയായിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഇല്ലാതെ ഞങ്ങൾ ഈ ഗേറ്റിന്റെ മുമ്പിൽ പോകില്ല. ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾ ജീവനുള്ള മനുഷ്യരല്ലേ. ഇവരെന്തുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇട്ടിട്ട് കാണിക്കുന്നത്? ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണ്ടേ ഞങ്ങൾക്ക്. BPCL തീ നിയന്ത്രണ വിധേയമെന്ന് ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു. പ്രദേശത്തെ വീടുകൾ സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അപകടം ഇലക്ട്രിസിറ്റി ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമികമായിട്ടൊരു വിവരം കിട്ടിയത്. അത് കൺട്രോൾഡ് ആയിട്ടുണ്ട്. ബാക്കി എന്താണെന്നും കൂടെ നോക്കിയിട്ട് പറയാം. മറ്റ് അപകടങ്ങളൊന്നുമില്ല, കാഷ്വാലിറ്റി ഒന്നുമില്ല. റാഫി കരീം അമ്പലമുകളിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, നേരത്തെ നാട്ടുകാരുടെ റോഡ് ഉപരോധവും ഒക്കെ ഉണ്ടായിരുന്നു BPCL മുന്നിൽ. ഇപ്പോഴും അതേ സാഹചര്യമാണോ? ഈ പുകയും മറ്റ് അസ്വസ്ഥതകളും അത് മാറി ഇപ്പോൾ സാധാരണ നിലയിലേക്ക് വന്നിട്ടുണ്ടോ ആ മേഖല? വിജയകുമാർ, തീർച്ചയായും പ്രദേശത്തെ പുക ഇപ്പോൾ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരുടെ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധവും അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബെന്നി ബെഹന്നാൻ MP അടക്കമുള്ള ആളുകൾ എത്തി ഈ കമ്പനി അധികൃതരും ഒപ്പം തന്നെ പ്രതിഷേധിച്ച നാട്ടുകാരുമായും സംസാരിച്ചിരുന്നു. ഈ നാട്ടുകാരുടെ ആവശ്യങ്ങൾ, അവരുന്നയിച്ച ഡിമാൻഡുകൾ, അത് കമ്പനി പരിഗണിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നാട്ടുകാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്, ഇന്ന് ഉണ്ടായ അപകടത്തിൽ ദേഹാസ്വാസ്ഥ്യവും ഒപ്പം തന്നെ ശ്വാസതടസ്സവും അനുഭവപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന നാട്ടുകാരുടെ ചിലവ് കമ്പനി ഏറ്റെടുക്കണമെന്നായിരുന്നു. അത് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച ആളുകൾക്ക് അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു. അതും നിലവിൽ കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ, ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ബെന്നി ബെഹന്നാൻ MP അടക്കമുള്ള ആളുകളും ഒപ്പം തന്നെ ഈ പ്രതിഷേധിച്ച നാട്ടുകാരിൽ നിന്നുള്ള അവരുടെ പ്രതിനിധികളും ഒപ്പം തന്നെ ഈ കമ്പനി അധികൃതരും ഇവരെല്ലാം ചേർന്ന് ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിൽ ഇവർക്ക് ശാശ്വതമായൊരു പരിഹാരം അത് മുന്നോട്ട് വച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നാളെ നടക്കുക. അതിൽ മറ്റു കാര്യങ്ങൾ കൂടി പരിഗണിക്കാമെന്നുള്ള ഈ ഉറപ്പ് നാട്ടുകാർക്ക് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ BPCLന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നാട്ടുകാർ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ നാട്ടുകാർ പ്രധാനമായും ഇപ്പോൾ ബെന്നി ബെഹന്നാൻ MP അടക്കമുള്ള ആളുകളോട് മുന്നോട്ട് വച്ചൊരാവശ്യം, ഇപ്പോഴും ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്ന് തീയും പുകയും ഉയരുന്നുണ്ട്. ആ സ്ഥലത്തെ തീ ഇതുവരെയും നിയന്ത്രണ വിധേയമായിട്ടില്ല. അവിടെ സന്ദർശിക്കണമെന്നും ആശങ്ക ഒഴിവാക്കണമെന്നുമുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആവശ്യം പരിഗണിച്ച് ബെന്നി ബെഹന്നാൻ MP അടക്കമുള്ള ആളുകൾ, പോലീസും ഒപ്പം തന്നെ കമ്പനി അധികൃതരും ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ സന്ദർശിച്ച് ഇനി തീ പടരില്ല എന്നുള്ള ഉറപ്പ് ഈ നാട്ടുകാർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധവും ഒപ്പം തന്നെ ആശങ്കയുമായിരുന്നു BPCL റിഫൈനറിയുടെ അകത്തെ തീപിടുത്തം സൃഷ്ടിച്ചത്. കാരണം ഈ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ വലിയ പുക ഉയർന്നു. ഈ പുക വാതക ചോർച്ചയടക്കം ഉണ്ടാക്കിയെന്നുള്ള സംശയം നാട്ടുകാരിലുണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പലർക്കും ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്തത്. ഇത് വലിയ ആശങ്കയുണ്ടാക്കി. ഈ നാട്ടുകാരെ എല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന്, വീടുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പലരും ഈ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികളിലും ഒപ്പം തന്നെ സർക്കാർ ആശുപത്രികളിലും ചികിത്സയിലാണ്. ശ്വാസതടസ്സവും ദേഹാസ്വാസ്ഥ്യവുമാണ് ഇവർക്ക് അനുഭവപ്പെട്ടത്. ഒപ്പം തന്നെ ഈ അപകടത്തിൽ ഈ BPCL ജീവനക്കാർക്കും പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകളെ തന്നെ ആശുപത്രികളിലേക്ക്
മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഇവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധം അതും വളരെ ശക്തമായ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. BPCLന്റെ ഗേറ്റ് ഉപരോധിച്ചുള്ള പ്രതിഷേധമായിരുന്നു. ആംബുലൻസുകൾക്ക് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആംബുലൻസുകൾക്ക് പോലും തടസ്സം നേരിടുന്ന നിലയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ആംബുലൻസുകളെ പോലും പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു. അതിനുശേഷമാണ് പോഞ്ഞാശ്ശേരി ചിത്രപ്പുഴ റോഡിലേക്ക് പ്രതിഷേധം കടന്നത്. ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു പിന്നീട് നടന്നത്. 1 മണിക്കൂറോളം ഈ റോഡ് ഉപരോധിച്ച് ഈ ആളുകൾ പ്രതിഷേധിച്ചു. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളിൽ പണം നൽകാത്തതിനാൽ ചികിത്സ നിഷേധിക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. ആ പ്രശ്നവും കളക്ടർ ഇടപെട്ട് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നത്. അമ്പലമുകളിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളാണ് റാഫി കരീം നൽകിയത്. ബെന്നി ബെഹനാൻ MP അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അനുരഞ്ജന സമവായ ചർച്ചകൾ നടക്കുകയാണ്. നിലവിൽ കാര്യമായ പ്രശ്നങ്ങൾ ആ മേഖലയിലില്ല. പക്ഷേ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം പോലും BPCL എന്ന കമ്പനിക്കില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കമ്പനി മാനേജ്മെന്റിനും കഴിയുന്നില്ല എന്നതാണ് വസ്തുത. റാഫിയാണ് വിവരങ്ങൾ നൽകിയത്.